നമസ്കാരം, ഗ്ലോബൽ മെയിലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 2025 മാർച്ച് മാസം കെയർ സ്റ്റാമർ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നായിരുന്നു. UK NHS ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുകയാണെന്നും അത് ഈ പറഞ്ഞ പോലെ നിർത്തലാക്കുകയാണെന്നും. അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് കൺഫ്യൂഷൻസും മിസ്കമ്മ്യൂണിക്കേഷൻസും അതിൻ്റെ ക്ലാരിറ്റികളും ഒക്കെ ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പലർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് സംശയം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആലോചിച്ചു ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാമെന്ന്. സോ ഈ ഇൻഫർമേഷൻ ഞാൻ ന്യൂസിൽ നിന്നും മറ്റ് ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങളുടെ ഡിലിജൻസ് നടത്തുക, നിങ്ങളൊരു ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ഒന്നാമത് ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെയർ സ്റ്റാമർ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞാൽ NHS ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പം എന്താണ് NHS ഇംഗ്ലണ്ടെന്നും ആ NHS ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ജോലികൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നു. ആ ജോലികൾ ഏതൊക്കെ ജോലികളാണെന്നും അങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ് കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാനിന്ന് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടിട്ടുള്ള ബെല്ലിൽ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കെയർ സ്റ്റാമർ അനൗൺസ് ചെയ്ത് NHS ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുന്നുണ്ട്. ഈ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് 2013 കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ്. അതായത് ഈ സ്ഥാപനം നമ്മൾ UK എല്ലാ NHS ഹോസ്പിറ്റലുകൾ. അപ്പം NHSഉം NHS ഇംഗ്ലണ്ട് രണ്ടാണെന്നുള്ളൊരു ഡിഫറൻഷിയേഷനാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ഗവേണിംഗ് ബോഡിയാണ്. ഈ ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലുള്ള എല്ലാ NHS സ്ഥാപനങ്ങളുടെയും അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോഡിയാണ്. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, അവരുടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു. അങ്ങനെ NHS ഇംഗ്ലണ്ട് അവരുടെ താഴെയുള്ളൊരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം പോലെ അവരുടെ താഴെയുള്ള ട്രസ്റ്റുകളെല്ലാം ഭരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിയമങ്ങൾ കൊടുക്കുന്നു, അവർക്ക് വേണ്ട ഗൈഡൻസുകൾ കൊടുക്കുന്നു. അങ്ങനെയാണ് NHS ഇംഗ്ലണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2013 ശേഷം NHS ഇംഗ്ലണ്ട് വന്നതിന് ശേഷം അവർ കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസിനെസ് ഉണ്ടാക്കാനും അതുപോലെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനും. അതായത് ഡയറക്റ്റ് ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പം പൊളിറ്റിക്കൽ പ്രഷർ ഈ ഹെൽത്ത് മേഖലയിലേക്ക് കടന്നു വരാതിരിക്കാനും ഒക്കെയാണ് ഈ 2013 NHS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത്. അപ്പോൾ ആ സ്ഥാപനം കൊണ്ടുവന്നതിന് ശേഷം ഇപ്പം ആഫ്റ്റർ കോവിഡ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം കോംപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ NHSൽ ഒരുപാട് വെയിറ്റിംഗ് ടൈമുകൾ കൂടുന്നു. അതുമാത്രമല്ല NHSൽ ഈ പറഞ്ഞ പോലെ ഒരു കാര്യക്ഷമത ഇല്ലാതാകുന്നു. അതുമാത്രമല്ല കെയർ സ്റ്റാമർ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹൈ പൊസിഷനുകളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് എംപ്ലോയ്മെൻറ്റ്. ഉദാഹരണം, NHS ഇംഗ്ലണ്ടിന് ഒരു ഡയറക്ടറുണ്ട്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിന് ഇംഗ്ലണ്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിന് അതിനൊരു സെപ്പറേറ്റ് ഡയറക്ടറുണ്ട്. ഈ രണ്ട് ഡയറക്ടേഴ്സും ചെയ്യുന്ന ജോലി സെയിമാണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഹൈലി പെയ്ഡ് സാലറികൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം A-യും B എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെങ്കിൽ Aയുടെ ഡയറക്ടറും Bയുടെ ഡയറക്ടറും ചെയ്യുന്ന സെയിം ജോലി തന്നെയാണ്, പക്ഷേ ആ രണ്ടുപേർക്കും ഹൈ സാലറി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ജോലികൾ ഒഴിവാക്കാൻ വേണ്ടി, അതായത് പ്രത്യേകിച്ച് മാനേജേഴ്സ് അതുപോലെ അങ്ങനത്തെ ജോലികളിൽ വരുന്ന അഡ്മിനിസ്ട്രേഷൻ ഹൈ ലെവലിലുള്ള, അതായത് ഒരു ബാൻഡ് 6, ബാൻഡ് 7, ബാൻഡ് 8 അല്ലെങ്കിൽ ഹയർ പൊസിഷനുള്ള CEO പോലത്തെ പൊസിഷനുകളിലൊക്കെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ജോലികൾ ഒരേ ജോലി തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിലും ചെയ്യുന്നുണ്ട്, അതേപോലെ NHS ഇംഗ്ലണ്ടിലും ചെയ്യുന്നുണ്ട്. എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരുപാട് കാശ്, അതായത് ഒരാൾക്ക് കൊടുക്കേണ്ട കാശ് 2 പേർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിന് ഒരുപാട് ക്യാഷ് ഈ NHS ഇംഗ്ലണ്ടിന് വേണ്ടി ചിലവാകുന്നുണ്ട്. അത് എൻഡ് ഓഫ് ദ ഡേ ഗവൺമെൻറ്റിന് നഷ്ടമാണെന്ന് റിയലൈസ് ചെയ്തതിൻ്റെ പുറത്താണ് ഈ ഒരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ NHS ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ NHS വന്നതിന് ശേഷം 7 മില്യണോളം ആളുകൾക്കുള്ള വെയിറ്റിംഗ് ടൈമാണ്. 7 മില്യൺ ആളുകൾ ഇപ്പോഴും അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട സർജറികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒഫീഷ്യൽ രേഖകൾ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പല കാരണങ്ങൾ കൊണ്ടും കൃത്യമായിട്ട് NHS ഇംഗ്ലണ്ട് വർക്ക് ചെയ്യുന്നില്ല. അത് എന്ത് ഇൻറ്റൻഷനോട് കൂടെയാണോ NHS ഇംഗ്ലണ്ട് നിലവിൽ കൊണ്ടുവന്നത് ആ ഇൻറ്റൻഷൻ NHS ഇംഗ്ലണ്ട് നിറവേറ്റുന്നില്ല എന്നൊരു കണ്ടെത്തലാണ് ഈ ലേബർ പാർട്ടിയുടെ കീഴിൽ കെയർ സ്റ്റാമർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NHS ഇംഗ്ലണ്ട് 2 വർഷം കൊണ്ട് ഡിമോളിഷ് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഡയറക്റ്റ് വരുന്നത് ഇനിയും അവരുടെ കീഴിൽ വരാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ DHSC എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇനി മുതൽ NHS ഇംഗ്ലണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം NHSൻ്റെ പേര് മാറി ഇനി NHS ഇല്ല, അല്ലെങ്കിൽ NHS എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഇല്ലെന്ന് ആരും വിചാരിക്കരുത്. ഇനിയുമുള്ള ഹോസ്പിറ്റലിൻ്റെ പേരല്ല NHS തന്നെ ആയിരിക്കും. പക്ഷേ NHS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഗവേണിംഗ് ബോഡി മാത്രമാണ് മാറുന്നത്. സോ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഹൈ ലെവൽ എംപ്ലോയീസ്, അതായത് മാനേജേഴ്സ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ്, CEOs, ഡയറക്ടേഴ്സ്, അങ്ങനത്തെ മാനേജിങ് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള കുറേ ആളുകളുടെ ജോലിയാണ് 20,000 മുതൽ 30,000 ആളുകളുടെ വരെ ജോലി പോകുമെന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജോലി പോകുമെന്ന് പറയുമ്പോൾ മെയിനായിട്ട് നേഴ്സുമാരോ കെയർമാരോ അല്ലെങ്കിൽ ബാൻഡ് 3, ബാൻഡ് 4, ബാൻഡ് 5 വർക്ക് ചെയ്യുന്ന ആളുകൾ അധികം അതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട കാര്യമില്ല. കാരണം ആ ആൾക്കാരെല്ലാം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സാണ്. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും കറൻറ്റ് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല ഗവൺമെൻറ് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ പറയുന്ന മാനേജേഴ്സിന് കൊടുക്കുന്ന കാശ് കൊണ്ടുവന്നിട്ട് ഫ്രണ്ട് ലൈനിലേക്ക്, അതായത് നേഴ്സസിലേക്കും ഡോക്ടേഴ്സിലേക്കും അതേപോലെ കെയറേഴ്സിലേക്കും ബേസിക് അഡ്മിൻ സ്റ്റാഫുകളിലേക്കും ഒക്കെ കൂടുതൽ ഈ കാശ് അതായത് റീവിനിയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, അതായത് ഫ്രണ്ട് ലൈനിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ UK എത്തിയിരിക്കുന്ന കെയറേഴ്സിനോ നേഴ്സസിനോ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. അവർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും വരത്തില്ലെന്നാണ് അസഫ്ന പറയുന്നത്. അതുമാത്രമല്ല മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം വരുന്നതോടുകൂടെ ആൾക്കാരെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് പിരിച്ചു വിടാൻ പറ്റത്തില്ല. UK നിയമം അനുസരിച്ച് പിരിച്ചു വിടുമ്പോൾ റിഡൻഡൻസി എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണം. ഈ റിഡൻഡൻസി കൊടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ടാണ്. അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് £1 ബില്യൺ ഈ പറയുന്ന ജോബ് കട്ടുകൾ മൂലം NHS ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിരിച്ചു വിടുന്ന ആളുകൾക്കെല്ലാം ഓൺ ആൻ ആവറേജ് ഒരാളെ പിരിച്ചു വിടുമ്പം ഏകദേശം കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് £43,000 £43,000 എങ്കിലും റിഡൻഡൻസി എമൗണ്ട് കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ പിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം UK ഇത്രയും ജോലികൾ നഷ്ടപ്പെടുമ്പോൾ തന്നെ അതിനകത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് ഇവർക്ക് കോമ്പൻസേഷൻ കൊടുത്ത് ഇവരെ പറഞ്ഞു വിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് NHSന് വലിയൊരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടേമിലേക്ക് ഓവർ ദ ഇയേഴ്സ് ഇവരത് ലാഭത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല NHSലെ വെയിറ്റിംഗ് ടൈം, ഇപ്പോൾ നമ്മളെല്ലാവരും കുറ്റം പറയാറുണ്ട് UK എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെഡിക്കൽ സംവിധാനങ്ങൾ കൊള്ളത്തില്ല, ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ സമയം എടുക്കുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2013 മുമ്പ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഇത്രയും വെയിറ്റിംഗ് ടൈമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരുന്നു NHS. അപ്പോൾ അതിന് വന്നുപോയ പാളിച്ചകൾ നേരിടുക, ഫേസ് ചെയ്യുക, NHSനോടുള്ള ഒരു പബ്ലിക് താല്പര്യക്കുറവ് മാറ്റുക, NHSനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് കെയർ സ്റ്റാമർ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആളുകൾ, അതായത് പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ NHS ഇനി മുതലില്ല എന്നൊക്കെ നാട്ടിലുള്ള പല യൂട്യൂബേഴ്സും വീഡിയോസ് ഇടുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് ഞാൻ വീഡിയോസ് ആ സമയത്ത് അധികം വിടാതിരുന്നു, കുറച്ച് ലൈഫിൽ ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കുക. അത് കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. കാരണം മിസ് ഇൻഫർമേഷൻസ് ആവശ്യമില്ലാതെ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അപ്പം NHS ഇംഗ്ലണ്ടാണ് ഡിമോളിഷ് ചെയ്യുന്നത്. അതും ഓവർ ദ 2 ഇയേഴ്സ് ടൈമിലാണ് ഇത് ഡിമോളിഷ് ആവുന്നത്. ഈ ഡിമോളിഷ്മെൻറ്റ് നടക്കുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ DHSC എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സിസ്റ്റം, ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും NHSനെ ഇനി ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്, നേരത്തെ എന്തുകൊണ്ടാണോ NHS ഇംഗ്ലണ്ട് കൊണ്ടുവന്നത്, അതായത് പൊളിറ്റിക്കൽ പ്രഷറുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് NHS ഇംഗ്ലണ്ട് നിലവിൽ വന്നത്. ഇനിയിപ്പം ഈ പറയുന്ന പോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ DHSC ഡയറക്ടർ നിലവിൽ വരുമ്പം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുകളും അപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഇലക്ഷനോടനുബന്ധിച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾ ബെറ്ററാക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ പ്രഷറുകളുണ്ടല്ലോ, ആ പ്രഷറുകൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിനെ അല്ലെങ്കിൽ NHSനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ എക്സ്പേർട്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ അത് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാണിക്കുന്ന ഒഴിച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഇത് UK ഉണ്ടാക്കാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ NHS പൂട്ടുന്നു, NHS ഇനിയില്ല, NHS തകർന്നടിഞ്ഞു പോയി, UKയുടെ പതനം എന്നൊക്കെ നാട്ടിൽ ആവശ്യമില്ലാതെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വസിക്കാതിരിക്കുക. അവർ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പാനിക് മാർക്കറ്റിംഗ് ആണ് അവർ കൂടുതലും ചെയ്യുന്നതെന്നുള്ളതല്ലാതെ അവർക്ക് കൃത്യമായ ഇൻഫർമേഷനോട് കൂടിയല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ റെഫർ ചെയ്തേക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും, അതായത് ഗവൺമെൻറ് വെബ്സൈറ്റുകളും അതേപോലെ പ്രോപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളുടെ വെബ്സൈറ്റുകളും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വെബ്സൈറ്റുകളും ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സൈറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ തീർച്ചയായിട്ടും ഓരോ വാർത്തകളും മനസ്സിലാക്കേണ്ടവർക്ക് സൈറ്റേഷൻ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്രയും ഡീറ്റെയിൽസാണ് NHS ഇംഗ്ലണ്ട് ഡിമോളിഷ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് പാസ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കുറേ ഫാക്ട് ചെക്കുകൾ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുടെ കൺഫ്യൂഷൻസോ റേസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഹെൽത്തി കോൺവെർസേഷൻ നമുക്ക് നടത്താം. അതുമാത്രമല്ല കൂടുതൽ ക്ലാരിറ്റി വേണ്ട എന്തെങ്കിലും ഇൻഫർമേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ കൂടെ ഞാനിടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസും ക്ലാരിറ്റിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും
ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ എൻ്റെ ഒപ്പം ഇതിനും വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോയിലാണ് ഗുഡ് ബൈ.